Dear students, good morning. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ വീഡിയോ ഡിസ്പ്ലേ ഡിവൈസിലെ ലാസ്റ്റ് ഭാഗത്തോട്ടാണ് നാം പോകുന്നത്. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേയും എന്താണെന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എമിസീവ് ഡിസ്പ്ലേയും നോൺ എമിസീവ് ഡിസ്പ്ലേയും പറഞ്ഞു. അതിൽ എമിസീവ് ഡിസ്പ്ലേക്ക് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് പ്ലാസ്മ സ്ക്രീനും LED-യുമാണ്. അപ്പോൾ എന്താണ് പ്ലാസ്മ സ്ക്രീൻ എന്ന് പറയാം. പ്ലാസ്മ സ്ക്രീനും LED-യുമാണ് എമിസീവ് ഡിസ്പ്ലേക്ക് എക്സാമ്പിൾ. നോൺ എമിസീവിന് എക്സാമ്പിളായിട്ട് പറയുന്നത് LCD-യാണ്. പ്ലാസ്മ സ്ക്രീൻ ഡിസ്പ്ലേ. അപ്പോൾ ഒരു തരത്തിൽ പറയുമ്പോൾ പ്ലാസ്മ സ്ക്രീൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ആണ്. അത് മാത്രമല്ല അതൊരു എമിസീവ് ഡിസ്പ്ലേ കൂടിയാണ്. എമിസീവ് ഡിസ്പ്ലേ പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രിക്കൽ എനർജിനെ ലൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ളൊരു ഡിസ്പ്ലേ ആണ് പ്ലാസ്മ സ്ക്രീൻ ഡിസ്പ്ലേ. പ്ലാസ്മ സ്ക്രീൻ ഡിസ്പ്ലേക്ക് മറ്റൊരു പേര് കൂടി ഉണ്ട്, ഗ്യാസ് ഡിസ്ചാർജ് ഡിസ്പ്ലേ. അതായത് ആ പേര് വരാൻ കാരണം ഇതിൽ നിയോൺ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരു ആനോഡും ഒരു കാഥോഡും, അതൊരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ട്. ആ രണ്ട് പോസിറ്റീവ് ചാർജിൻ്റെ നെഗറ്റീവ് ചാർജും രണ്ട് പ്ലേറ്റ്സ് ആയിട്ടാണ് നോട്ട് ചെയ്യുക. ആ രണ്ട് പ്ലേറ്റ്സിൻ്റെ ഇടയിൽ നിയോൺ ഗ്യാസ് ഫില്ല് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ആയതുകൊണ്ടാണ് ഇതിനെ ഗ്യാസ് ഡിസ്ചാർജ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് പ്ലാസ്മ panel are also called as gas discharge display. It consists of an array of small lights. Lights are fluorescents in nature. ഈ നിയോൺ ഗ്യാസിൻ്റെ കാര്യം പറയുമ്പോൾ എന്താണ് അവിടെ കൺസിസ്റ്റ് ഓഫ് ആൻ അറേ ഓഫ് സ്മോൾ ലൈറ്റ്സിൻ്റെ കൺവേർഷനാണല്ലോ. ആ ലൈറ്റ്സിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഫ്ലൂറസെൻ്റ് ആണ്. അതായത് തിളങ്ങുന്ന സ്വഭാവമുള്ള ലൈറ്റ്. അതായത് ലൈറ്റ് അടിക്കുമ്പോൾ കളറിൽ ലൈറ്റ് അടിക്കുമ്പോൾ തിളങ്ങുന്ന ഒരു സ്വഭാവം, അതാണ് ലൈറ്റിൻ്റെ ആ സ്വഭാവം, ഫ്ലൂറസെൻ്റ് എന്നുള്ള സ്വഭാവം. ദ എസെൻഷ്യൽ കമ്പോണൻസ് ഓഫ് ദി പ്ലാസ്മ പാനൽ ഡിസ്പ്ലേ. മെയിനായിട്ടുള്ള പ്ലാസ്മ പാനൽ ഡിസ്പ്ലേൻ്റെ പാർട്സ് എന്ന് പറയുന്നത് ഒന്ന് ആനോഡാണ്, മറ്റൊന്ന് കാഥോഡാണ്, പിന്നെ ഒന്ന് പറയുന്നത് ഫ്ലൂറസെൻ്റ് സെല്ലാണ്. ഈ ഒരു ലൈറ്റിൻ്റെ ഫ്ലൂറസെൻസി മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഫ്ലൂറസെൻസ് സെല്ലുണ്ട്. പിന്നെ പറയുന്നൊരു ഭാഗം എന്ന് പറയുമ്പോൾ അതിൽ നിയോൺ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് തരംതിരിക്കുന്ന ഗ്ലാസ് പ്ലേറ്റ്സ് ആണ്. ഇതാണ് അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. അതായത് ഇതൊരു പ്ലേറ്റ്സ് ആണ്, ഇതൊരു മറ്റൊരു പ്ലേറ്റ്സ് ആണ്. ഇത് ആനോഡാണ്, ഇത് കാഥോഡാണ്. ഇതാണ് ഈ നടുവിൽ വരുന്നതാണ് ഫ്ലൂറസെൻ്റ് സെല്ല്. അതിൽ ഈ കറുത്ത കളറിൽ ഷെയ്ഡ് ചെയ്താണ് നിയോൺ ഗ്യാസ്. അപ്പോൾ രണ്ട് പ്ലേറ്റ്സിൻ്റെ ഇടയിലാണ് നിയോൺ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ പ്ലാസ്മ പാനലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ സെല്ല് ഓഫ് കണ്ടീഷൻ ആകുമ്പോൾ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കാണിക്കും. സെൽ ഓൺ ആകുമ്പോൾ അതിനെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇത് ഓൺ കണ്ടീഷനും ഇത് ഓഫ് കണ്ടീഷനാണ്. ഇതാണ് ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആനോഡ്, എന്താണ് കാഥോഡ്, ഇതൊക്കെ പറഞ്ഞു. ഫസ്റ്റിൽ പറയുമ്പോൾ പ്ലാസ്മ പാനലിന് 4 മെയിൻ പാർട്സ്: ആനോഡ്, കാഥോഡ്, ഫ്ലൂറസെൻ്റ് സെല്ല്, ഗ്ലാസ് പ്ലേറ്റ്. കാഥോഡ് പറഞ്ഞു ഫസ്റ്റ് കാരണം കാഥോഡാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫൈൻ വയേഴ്സ്. ഇറ്റ് ഡെലിവേഴ്സ് നെഗറ്റീവ് വോൾട്ടേജ് ടു ഗ്യാസ് സെൽ. ദ വോൾട്ടേജ് ഇസ് റിലീസ്ഡ് അലോങ് വിത്ത് ദി നെഗറ്റീവ് ആക്സിസ്. അപ്പോൾ ഈ കാഥോഡ് എന്ന് പറയുന്ന ഭാഗം ഫൈൻ വയേഴ്സാണ്, വയറുകളാണ്. ഇറ്റ് ഡെലിവേഴ്സ് നെഗറ്റീവ് വോൾട്ടേജ് ടു ഗ്യാസ് സെൽ. നിയോൺ ഗ്യാസ് സെല്ലിന് നെഗറ്റീവ് വോൾട്ടേജ് നൽകുന്നത് കാഥോഡാണ്. കാഥോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവ് ചാർജ് നൽകുന്നത് കാഥോഡാണ്. ദ വോൾട്ടേജ് ഇസ് റിലീസ്ഡ് അലോങ് വിത്ത് നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ്സ് എല്ലാ സെല്ലിനും നെഗറ്റീവ് വോൾട്ടേജ് നൽകുന്നത് കാഥോഡാണ്. രണ്ടാമത്തെ ആനോഡാണ്. പോസിറ്റീവ്. ആനോഡും എന്താണ്, ലൈൻ വയേഴ്സാണ്. ഇറ്റ് ഡെലിവേഴ്സ് പോസിറ്റീവ് വോൾട്ടേജ് സപ്ലൈ അലോങ് പോസിറ്റീവ് ആക്സിസ്. പോസിറ്റീവ് ആക്സിസൊക്കെ തന്നെ എന്താണ്, പോസിറ്റീവ് ചാർജ് നൽകുന്നു. നെഗറ്റീവ് ആക്സിസ് നെഗറ്റീവ് എനർജി കാഥോഡാണ്. ആനോഡ് നമുക്കറിയാം, കാഥോഡ് നെഗറ്റീവ്, ആനോഡ് പോസിറ്റീവ്. അപ്പോൾ രണ്ടിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് നെഗറ്റീവ് ചാർജ് നൽകാനും
ഒന്ന് പോസിറ്റീവ് ചാർജ് നൽകാനാണ്. പിന്നെ ഫ്ലൂറസെൻറ്റ് സെല്ലാണ്. ഫ്ലൂറസെൻറ്റ് സെൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്മോൾ പോക്കറ്റ്സ് ഓഫ് ഗ്യാസ് ലിക്വിഡ് വെൻ ദ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദ ലിക്വിഡ് ഇറ്റ് എമിറ്റ്സ് ലൈറ്റ്. ഫ്ലൂറസെൻറ്റ് സെൽ എന്ന് പറയുമ്പോൾ തന്നെ ഫ്ലൂറസെൻസി ആ സ്വഭാവം പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതാണ്. അതായത് നിയോൺ ഗ്യാസ് ഫില്ല് ചെയ്തിട്ട സെല്ലിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ നിന്നും ലൈറ്റ് എമിറ്റ് ചെയ്യും. അതാണ് ഫ്ലൂറസെൻറ്റ് സെൽ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്മോൾ പോക്കറ്റ്സ് ഓഫ് ഗ്യാസ് ലിക്വിഡ് വെൻ ദ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദ ലിക്വിഡ്. നിയോൺ ഗ്യാസിലോട്ട്, അതായത് അതിനാണ് ലിക്വിഡ് എന്ന് പറഞ്ഞത്, അതിലോട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ നിന്നും ലൈറ്റ് എമിറ്റ് ചെയ്യും. ഈ രണ്ട് ആനോഡിനെയും കാഥോഡിനെയും തരംതിരിക്കാനായിട്ട് ഗ്ലാസ് പ്ലേറ്റുകളുണ്ട്. എന്താണ്, അത് കപ്പാസിറ്റർ പോലെ പ്രവർത്തിക്കുന്ന രണ്ട് പ്ലേറ്റുകളുണ്ട്. ദീസ് പ്ലേറ്റ്സ് ആക്ട്സ് ആസ് കപ്പാസിറ്റർ. ദ വോൾട്ടേജ് വിൽ ബി അപ്ലൈഡ്, ദ സെൽ വിൽ ഗ്ലോ കണ്ടിന്യൂസ്ലി. ഇപ്പോൾ ഗ്ലാസ് പ്ലേറ്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റർ പോലെ, അവിടെ നിന്ന് അപ്പോഴത്തേക്ക് എന്താണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിപ്പിക്കാൻ കഴിയാത്തത് കപ്പാസിറ്റർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ സെല്ല് കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്തുകൊണ്ട് ഗ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. The gas will slow when there is a significant voltage difference between horizontal and vertical wire. The voltage level is kept between 90 volts to 120 volts. Plasma panel does not require refreshing. Erasing is done by reducing the voltage to 90 volts. The gas will slow when there is significant voltage difference between horizontal. എന്താണ്, ഗ്യാസിൻ്റെയും കുറയും. എങ്ങനെയാണ്, ഹൊറിസോണ്ടൽ വെർട്ടിക്കലായിട്ടുള്ള വോൾട്ടേജിൽ ഡിഫറൻസിൽ വരുമ്പോൾ, അതായത് രണ്ട് വോൾട്ടേജ് ഡിഫറൻസ് വരുമ്പോഴാണ് ഗ്യാസ് സ്ലോ ആവുക. ദ വോൾട്ടേജ് ലെവൽ ഇസ് കെപ്റ്റ് ബിറ്റ്വീൻ. എപ്പോഴും വോൾട്ടേജ് ലെവൽ എന്ന് പറയുമ്പോൾ 90 മുതൽ 120 വരെയുള്ള വോൾട്ടേജിൻ്റെ ഇടയിലായിരിക്കും എപ്പോഴും വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ടുള്ള പ്രോസസ്സ് നടക്കുകയുള്ളൂ. പ്ലാസ്മ ലെവൽ നോട്ട് റിക്വയർ റിഫ്രഷിംഗ്. റേസിംഗ് ഇസ് ഡൺ ബൈ റെഡ്യൂസിംഗ് ദ വോൾട്ടേജ് ടു 90 വോൾട്ട്സ്. അപ്പോൾ 90ലും കുറവ് വരികയാണെങ്കിൽ എന്താണ്, പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ 90 to 120 ആയിട്ടാണ് നിൽക്കേണ്ടത്. അപ്പോൾ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ വയേഴ്സിലുള്ള വോൾട്ടേജ് ഡിഫറൻസാണ് ഇതിനെ ബാധിക്കുന്നത്. Each cell of plasma has two states, so cell is said to be stable. Displayable point is plasma panel is made by crossing of the horizontal and vertical grid. The resolution of the plasma panel can up to 512 pixel. അതായത് പ്ലാസ്മ പാനലിൽ രണ്ട് തരം സ്റ്റേറ്റാണ് ഉള്ളത്. അതായത് സെൽ ഇസ് സെറ്റ് ടു ബി സ്റ്റേബിളായതും സ്റ്റേബിൾ അല്ലാത്ത രണ്ട് കേസാണുള്ളത്. ഈ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും വയേഴ്സ് കണക്ട് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സ്റ്റെബിലിറ്റി, പ്ലാസ്മ സെല്ലിൻ്റെ സ്റ്റെബിലിറ്റി നിലനിൽക്കുന്നത്. ഈച്ച് സെൽ ഓഫ് പ്ലാസ്മ ഹാസ് 2 states, so it is said to be stable. Displayable point is plasma panel is made by crossing of horizontal. എന്താണ് ഡിസ്പ്ലേബിൾ പോയിൻ്റ് എന്ന് പറയുന്നത്? അതായത് ക്രോസ് വയറിനെ അനുസരിച്ചിട്ടാണ് ഡിസ്പ്ലേബിൾ പോയിൻ്റ് എത്ര പിക്സലാണെന്നുള്ള ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്താണ്, ആ ഡിസ്പ്ലേബിൾ പോയിൻറ്റിനെ അനുസരിച്ചിട്ടാണ്. വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലായിട്ട് വയേഴ്സ് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇതിൽ മെയിനായിട്ടും കണക്ഷൻ നടക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഡിസ്പ്ലേ കപ്പാസിറ്റിയും അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഹൈ റെസൊല്യൂഷൻ, അതുകൊണ്ട് തന്നെ ഹൈ റെസൊല്യൂഷനാണ് ഇതിന് വരാറ്. എത്ര വരെയൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ 512 പിക്സൽ വരെയൊക്കെ പോകും. ഏറ്റവും കൂടുതൽ 512 പിക്സൽ വരെയൊക്കെ പോകാറുണ്ട്. കാരണം ഏറ്റവും നല്ല റെസൊല്യൂഷനാണ് 512 എന്നൊക്കെ പറയുന്നത്. അഡ്വാൻറ്റേജ് അപ്പോൾ തന്നെ ഫസ്റ്റത്തെ പോലെ ഹൈ റെസൊല്യൂഷനാണ്. പിന്നെ സ്ക്രീനിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്ര വലുപ്പത്തിനും പോസിബിളാണ്. കാരണം എന്താണ്, ഹൊറിസോണ്ടൽ വെർട്ടിക്കലായ വയേഴ്സാണ് അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റെസൊല്യൂഷൻ ആയാലും ഡിസ്പ്ലേ ആയാലും. പിന്നെ ലെസ് വോളിയം, കുറച്ച് വോളിയം, അതായത് അത്രയും തിന്നാണ്. ഇതിൻ്റെ ആയതുകൊണ്ട് എന്താണ്, വെയിറ്റും വളരെ കുറവാണ്. ഫ്ലിക്കർ ഫ്രീ ഡിസ്പ്ലേ ആണ്. എന്താണ്, ഫ്ലിക്കറിങ്ങും ഉണ്ടാവാത്ത തരത്തിലുള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് തന്നെ നല്ല നല്ല അഡ്വാൻറ്റേജ്. അപ്പോൾ
പ്ലാസ്മ സ്ക്രീനിൻ്റെ വരവോട് കൂടി കുറേ പ്രശ്നങ്ങൾ ഒഴിവായിട്ടുണ്ട്. എന്നാൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അടുത്തതിലേക്ക് നമ്മൾ കണ്ടുപിടുത്തങ്ങൾ, ഒരു പ്രശ്നങ്ങളില്ലെങ്കിൽ എന്താണ് അടുത്തൊരു കണ്ടുപിടുത്തത്തിനെ കുറിച്ച് ചിന്തിക്കില്ല. പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനേക്കാൾ അഡ്വാൻറ്റേജ് ആയ ഒന്ന് വേണമെന്നുള്ളൊരു ചിന്ത വരുന്നത് എന്താണ്, പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴാണ്. ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ ഉണ്ടാവില്ല, വെറും അഡ്വാൻറ്റേജ് മാത്രമാണ്. ഡിസഡ്വാൻറ്റേജ് ഇല്ല എങ്കിൽ നമ്മൾ അടുത്തൊരു ഡിസ്കവറിയെ കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. അപ്പോൾ ഇതിൽ തന്നെ അത്ര നല്ല അഡ്വാൻറ്റേജാണ് ഹൈ റെസൊല്യൂഷൻ. നമ്മൾ എപ്പോഴും എന്താണ് ഒരു സ്ക്രീനിൽ വേണ്ടത് റെസൊല്യൂഷനും, പിന്നെ സ്ക്രീൻ സൈസ്, വോളിയം, വെയിറ്റ്, പിന്നെ ഫ്ലിക്കറിങ് ഇല്ലാണ്ടിരിക്കുക, ഇതൊക്കെ തന്നെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. പിന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പുവർ റെസൊല്യൂഷൻ എന്ന് ഉദ്ദേശിച്ചത് അങ്ങനെ ആ ഒരു പോയിൻ്റ് അങ്ങനെ പുവർ റെസൊല്യൂഷൻ എഴുതരുത്, അത് തെറ്റിപ്പോയതാണ്. കാരണം റെസൊല്യൂഷനല്ല വരുന്നത്. കാരണം ഈ കാഥോഡിൻ്റെയും ആനോഡിൻ്റെയും വയറിങ് കൺസ്ട്രക്ഷൻ വളരെ കോംപ്ലക്സ് ആണ്. ആ കോംപ്ലക്സ് വരുമ്പോഴാണ് റെസൊല്യൂഷൻ വളരെ കുറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് റെസൊല്യൂഷൻ നമ്മുടെ വയറിങ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ റെസൊല്യൂഷൻ വളരെ കുറവാകും. പക്ഷേ അത് കറക്റ്റ് സ്ട്രക്ചറിലാണെങ്കിൽ എന്താണ് ഹൈ റെസൊല്യൂഷനും ആയിരിക്കും. ഒരിക്കലും പുവർ റെസൊല്യൂഷൻ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഹൈ റെസൊല്യൂഷനാണ്. അതുകൊണ്ട് പുവർ റെസൊല്യൂഷൻ എഴുതാക്കുക കേട്ടോ. അപ്പോൾ ഈ 2 പോയിൻ്റ് എഴുതാൻ ഡിസഡ്വാൻറ്റേജ്. ഒന്ന്, വയറിംഗ് റിക്വയർമെൻറ്റ്സ് ആനോഡ് ആൻഡ് കാഥോഡ് ഈസ് കോംപ്ലക്സ്. അതിൽ കൺസ്ട്രക്ഷൻ വളരെ കോംപ്ലക്സ് ആണ്. ഇറ്റ്സ് അഡ്രസ്സിങ് ഈസ് ഓൾസോ കോംപ്ലക്സ്. അതെന്താണ് അഡ്രസ്സിങ് ചെയ്യൽ, അതായത് അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ് കോംപ്ലക്സ് ആണ്. അതായത് മേക്കിംഗ് കോംപ്ലക്സ് ആണ് കുറച്ചും കൂടി എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും ഉണ്ട്. ഇത്രയാണ് പ്ലാസ്മ സ്ക്രീൻ ഡിസ്പ്ലേയെ കുറിച്ച് പറയാനുള്ളത്. അതായത് എമിസീവ് ഡിസ്പ്ലേ ആയ പ്ലാസ്മ സ്ക്രീൻ ഡിസ്പ്ലേ ആണ് പറഞ്ഞത്. എമിസീവ് ഡിസ്പ്ലേയിൽ ഒന്നുകൂടി പറയാനുണ്ട് LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഈ രണ്ടാണ് നമുക്ക് എമിസീവ് ഡിസ്പ്ലേയിൽ പറയാനുള്ളത്. പ്ലാസ്മ സ്ക്രീൻ ഡിസ്പ്ലേ മനസ്സിലാക്കാൻ കരുതുന്നു 4 കമ്പോണൻസാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അടുത്തതാണ് LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. പക്ഷേ ലൈറ്റ് എമിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡയോഡുകൾ കൂടിച്ചേർന്നൊരു പൊസിഷനാണ് LED എന്ന് പറയാം. കാണാൻ പറ്റും LEDൻ്റെ കൺസ്ട്രക്ഷൻ, LED ബൾബുകളുടെയൊക്കെ ഇത് കാണാൻ പറ്റും. In LED, a matrix of diodes is organized into form the pixel positions the display and picture definition is stored in a refresh buffer. പിക്ചർ റേറ്റ് ഒക്കെ സേവ് ചെയ്യുന്ന റിഫ്രഷ് ബഫറാണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ LED എന്ന് പറയുന്നത് മാട്രിക്സ് ഓഫ് ഡയോഡുകളുടെ കളക്ഷനാണ് LED എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് എമിറ്റിംഗ് വളരെ കൂടുതലായിരിക്കും, നല്ല തീവ്രവുമായിരിക്കും. Data is read from refresh buffer and converted into voltage level that are applied to the diodes to produce the light pattern in the display. Data is read from the refresh buffer and convert to voltage. ഡാറ്റ നമ്മൾ റിഫ്രഷ് ബഫറിലാണ് പിക്ചർ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുകയാണ്. ഈ പിക്ചർ ഡെഫിനിഷൻ റീഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അത് അതിൻ്റെ വോൾട്ടേജ് ലെവലിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുക. ആ വോൾട്ടേജ് ലെവൽ കൺവേർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ആ വോൾട്ടേജ് എന്തായി മാറുക, ലൈറ്റായിട്ട് മാറും, ലൈറ്റ് പാറ്റേൺ ആയിട്ട് മാറുക. അപ്പോൾ ഈ വോൾട്ടേജ് ലെവൽ ഡയോഡിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് വോൾട്ടേജ് എന്തായി മാറുന്നത്, ലൈറ്റായി മാറുന്നത്. അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ സാധനം ലൈറ്റായി മാറുന്ന പ്രോസസ്സ്, അതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ പിക്ചർ ഡെഫിനിഷനിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത് എൻ്റെ സ്റ്റോറേജ് യൂണിറ്റായ റിഫ്രഷ് ബഫറിലാണ്. പിക്ചർ സ്റ്റോറേജ് യൂണിറ്റായ റിഫ്രഷ് ബഫറിലാണ്. ഈ റിഫ്രഷ് ബഫറിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ കൊടുത്ത ഡാറ്റ റീഡ് ചെയ്യപ്പെടുകയും അതിനനുസരിച്ചിട്ടുള്ള ആ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടുള്ള വോൾട്ടേജ് ലെവലിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഈ വോൾട്ടേജ് ലെവലിലാണ് ഡയോഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായി മാറുന്നത്, ലൈറ്റായിട്ട് വ്യത്യസ്ത ലൈറ്റ് പാറ്റേണുകളായിട്ട് മാറുന്നു. ഇതാണ് LED നടക്കുന്ന പ്രവർത്തനം. അപ്പോൾ LED പ്രവർത്തനം ഒന്നുകൂടി പറയാം. നമ്മുടെ പിക്ചർ ഡെഫിനിഷൻ എന്താണ് പിക്ചർ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് റിഫ്രഷ് ബഫറിലാണ് സ്റ്റോർ ചെയ്യപ്പെടുക. ഈ റിഫ്രഷ് ബഫറിലെ ഡാറ്റ റീഡ് ചെയ്യുമ്പോൾ റിഫ്രഷ് ബഫറിൽ നിന്ന് ഈ ഡാറ്റ വോൾട്ടേജായി കൺവേർട്ട് ചെയ്യപ്പെടും. ഈ വോൾട്ടേജ് ഡയോഡിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന് കറസ്പോണ്ടൻസ് ആയിട്ടുള്ള ലൈറ്റ് പാറ്റേൺ ഡിസ്പ്ലേ ആവുള്ളൂ. ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ 2 തരത്തിലുള്ള ഡിസ്പ്ലേ ആണെന്നുള്ള എമിസീവും നോൺ എമിസീവും. എമിസീവിലുള്ള എക്സാമ്പിൾ ആവുന്ന പ്ലാസ്മ സ്ക്രീനും LED യും. അതാണ് നമ്മളിവിടെ പറഞ്ഞത്.
ഇനി അടുത്ത ക്ലാസ്സിൽ നോൺ എമിസീവിൻ്റെ ഡിസ്പ്ലേ ആയ LCD കുറിച്ച് പറയാം. ഓക്കെ, താങ്ക് യു.